ചോദിക്കുന്ന തെറ്റാ കൂടോത്രം ചെയ്യാനാണ് അമ്പലത്തിൽ വരുന്നത്. 1000 രൂപ പോയി കിട്ടിയില്ലേ ഇപ്പൊ? അത് സാരമില്ല, ഞങ്ങൾ ഒരു മിനിറ്റ്. സാധാരണ ഞാൻ എല്ലാവരും ഈ പ്രാങ്ക് ചെയ്ത് 1000 പോയി 2000 പോയി ഞാൻ മുഖേന നിന്റെ 1000 രൂപ പോയത് കഷ്ടമായി. കൂടോത്രം നമ്മളെല്ലാരും ഈ പറഞ്ഞു കേട്ടിട്ടുണ്ട്. കൂടോത്രം കഥന പൊട്ടി. നമ്മൾ ഓച്ചറ അമ്പലത്തിന് തൊട്ടടുത്തായിട്ട് നിൽക്കുക. അന്നേരം എൻ്റെ ക്യാമറാമാനെ ചൂണ്ടിക്കാണിച്ച ഒരാളെ പുള്ളിക്ക് പരിചയമുണ്ട്, പക്ഷേ എനിക്കും ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്. പക്ഷെ നിങ്ങളും കണ്ടിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് നോക്കാം. കാര്യം എന്താ അറിയോ, അവരോട് ചോദിച്ചിട്ട് എടുക്കുന്ന അതിൻ്റെ മര്യാദ. അവർ ചോദിച്ചിട്ട് യെസ് പറയുകയാണെങ്കിൽ മാത്രമേ ഈ വീഡിയോ എടുത്തോളൂ. എന്തായാലും അങ്ങോട്ടൊന്ന് കാണിച്ചത്, പ്രേക്ഷകരൊന്ന് കാണിച്ചത്. അവരങ്ങ് പോയടാ നടന്ന്, അവരങ്ങ് പോയല്ലോ അത്. ചോദിച്ചിട്ട് ചെയ്യാം. ചേച്ചി നമസ്കാരം. ചേച്ചി ആർട്ടിസ്റ്റ് അല്ല? എന്തെങ്കിലും വൈറലായ വീഡിയോ എന്തെങ്കിലും ഉണ്ടോ? എൻ്റെ ക്യാമറമാൻ പറഞ്ഞതാ, ഞാനും ഒരു ചെറിയ സംശയം, അത്രേ ഉള്ളൂ. ഞാൻ എവിടെ കണ്ടിട്ടുണ്ട്. എവിടെ വൈറലായ വീഡിയോ എന്തെങ്കിലും ഉണ്ടോ? ഞാനൊരു വീഡിയോ അല്ല, ഒരു സെക്കൻഡ്, നമ്മുടെ ഷൂട്ട് ചെയ്തോണ്ടിരിക്കുക, കുഴപ്പമുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു മൈക്കൂടെ തരാം, നമുക്കൊരു കണ്ടന്റ് ഇടാം. അമ്പലത്തിൻ്റെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നൊരു പരിപാടിയും കൂടാണ്. ഞാൻ കണ്ടന്റൊക്കെ എടുക്കാറുണ്ട്, പക്ഷേ ഇങ്ങനൊരു അമ്പലത്തിൻ്റെ ഒരു ചുറ്റുപാടിൽ നിന്നൊന്നും ഞാൻ വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല, ആദ്യമായിട്ടാണ്. ചേച്ചിക്ക് സംസാരിക്കുന്ന ബുദ്ധിമുട്ടുണ്ടോ? പേരെന്തായിരുന്നു? എൻ്റെ പേര് സിജി കെ നായർ. എവിടെയെങ്കിലും വീഡിയോ നേരത്തെ ചെയ്ത് വൈറലായിട്ട് വല്ലതും ഉണ്ടോ? ഉണ്ട്. അതെന്ന് വെച്ചാല് വേറെ ഞാൻ ചെയ്തതല്ല, ഞാനൊന്നും ഇടാറില്ല. ഞാനിങ്ങനെ സോഷ്യൽ മീഡിയയിലൊന്നും വലിയ ആക്റ്റീവ് ഒന്നും അല്ല. പക്ഷെ എന്റെ ഒരു ഞാനും ബൈച്ചേട്ടനുമായിട്ട് ഒരു പടം ചെയ്തു. എന്റെ ഒരു 1000 രൂപ പോയി കേട്ടോ. എന്ത് ചെയ്തിട്ട്? പന്തായം കിട്ടിയ ഒരാളായിട്ട്. ആരായിട്ട്? എന്റെ ക്യാമറാമാനായിട്ട്. എന്ത് പറഞ്ഞു? ഞാൻ പറഞ്ഞു ചേച്ചി, അവൻ പറഞ്ഞു ഓഡിയോ കണ്ടിട്ടുണ്ട്. ഞാൻ പറയില്ല, നിനക്ക് തോന്നലാന്ന് പറഞ്ഞു. അപ്പൊ ശരിയായില്ല, ചേച്ചി വൈറലായിട്ടുണ്ടല്ലോ. എന്റെ ഏതോ ഒരു യൂട്യൂബ് ചാനലിൽ ഒരു പയ്യനിട്ടു, അതൊരു 30 മില്യൺ ഒക്കെ കൂടുതലായി. അയ്യോ, അങ്ങനെയാ. നമുക്ക് അങ്ങനത്തെ കണ്ടൊന്നും കിട്ടത്തേ ഇല്ല. പക്ഷെ എനിക്ക് അറിയില്ലായിരുന്നു എനിക്കത് അറിയില്ലായിരുന്നു. പക്ഷെ എന്നെ എല്ലാരും വിളിച്ചു ചോദിക്കുമ്പോഴേ അറിയുന്നത്. അത് ജസ്റ്റ് ഞങ്ങളന്നൊരു ഫസ്റ്റ് ഇതായിട്ട് പോയതായിരുന്നു അർത്തിങ്കൽ പള്ളിയിൽ. ഞാനും ബൈച്ചേട്ടനും ഞങ്ങൾ എല്ലാവരും കൂടി പോയപ്പോ. ഓച്ചറ അമ്പലത്തിൽ സ്ഥിരം വരാറുണ്ടോ? ഇല്ല, ഞാൻ അങ്ങനെ വരാൻ പറ്റില്ല. ഞാൻ കുറച്ച് ദൂരെയാണ് താമസിക്കുന്നത്, ഇവിടെ അല്ല. പ്രോജക്ടിന്റെ ഭാഗമായിട്ട് വന്നതാണോ? ഇന്ന് എനിക്ക് വരണമെന്നുണ്ടായിരുന്നു, കാരണം ഇന്നൊരു സന്തോഷമായിട്ടുള്ള ഒരു ദിവസമാണ്, അതിനുവേണ്ടി വന്നതാ. ഇന്ന് ദുൽഖർ ഞങ്ങളുടെ സിനിമ റിലീസ് ചെയ്യുന്ന ദിവസം പറഞ്ഞിട്ടുണ്ട്. ദുൽഖറിന്റെ സിനിമയാണോ? അല്ലല്ല, ബൈജു ചേട്ടന്റെ സിനിമയാണ്. ബൈജു എഴുപുന്ന ബൈജുയുടെ സിനിമയാണ്. ബൈജുചേട്ടനാണ് അതിന്റെ ഡയറക്ടറും എല്ലാം. പടത്തിന്റെ പേരെന്താ? കൂടോത്രം. നല്ല പേരാണ്, ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള പേരാണ്. കൂടോത്രം ചെയ്യാൻ വല്ല വന്നയാടാ? കൂടോത്രം ചെയ്യാൻ നമ്മൾ വേണ്ടല്ലോ ചെയ്യുന്നത്. കൂടോത്രം ചെയ്യുന്ന ചോദിക്കുന്ന തെറ്റാ. കൂടോത്രം ചെയ്യാനാണ് അമ്പലത്തിൽ വരുന്നത്. ശരി ചേച്ചി, ആ സിനിമയെ കുറിച്ച് എന്താണ് സിനിമയിൽ എന്താണ്? സിനിമയിൽ ഞാൻ എന്താണെന്നോ? ഞാൻ എല്ലാം ആണ് ആ സിനിമയില്. അത് ശരിയാ. എടുത്തു പറയാനൊന്നും ഇല്ല. ഞാൻ സിനിമയിൽ എല്ലാം ആണ്. ആക്ട് ചെയ്തിട്ടുണ്ടോ അതില്? ഉണ്ട്, ചെറുതായിട്ടൊരെണ്ണം. അന്ന് ഈ വൈറലായതും അതാ. ചേച്ചി ആക്ട് ചെയ്യുന്നുണ്ടോ ബൈച്ചേട്ടന്റെ പടത്തിൽ എന്നാണ് ചോദ്യം വന്നത്. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. ബൈച്ചേട്ടൻ പറഞ്ഞാൽ ചെയ്യും. ബിക്കോസ് അന്ന് തുടങ്ങിയ സമയമായിരുന്നു. സിനിമ എന്നാ ഇറങ്ങുന്നത്? സിനിമ ഫെബ്രുവരി 12-ാം തീയതി റിലീസാവും. ഇന്നാണ് അത് അനൗൺസ് ചെയ്തത്. ഇപ്പോൾ ഒരു 3 മണിക്ക് അനൗൺസ് ചെയ്തേ ഉള്ളൂ. വളരെ യാദർച്ഛികമായിട്ടൂടെ കാണാനും പരിചയപ്പെടാനും പറ്റിയ വലിയ സന്തോഷം. അത് നിങ്ങളുടെ ഒരു പ്രാർത്ഥനയുടെ ഭാഗമായിരിക്കും. നമ്മുടെ ചാനലിലൂടെ ആദ്യമേ അത് നിങ്ങളുടെ വായിൽ കേൾക്കാനുള്ളൊരു അല്ലേ? നന്നായി വരട്ടെ. ചേച്ചിയുടെ പേര് പറഞ്ഞില്ലല്ലോ? സിജി നായർ. പറഞ്ഞായിരുന്നു. സിനിമയുടെ പേര് കൂടോത്രം. നമ്മുടെ വേറൊരു കാര്യമുണ്ട് അതിനകത്ത് പ്രത്യേകിച്ച്. എന്റെ മോൻ ഒരു നല്ല കഥാപാത്രം അത് ചെയ്യുന്നുണ്ട്. എന്റെ ഇളയാണ്, രണ്ടാമത്തെ മോൻ ചെയ്യുന്നുണ്ട്. എത്ര മക്കളാ? എനിക്ക് 2 പേര്. മൂത്താൾ UK പഠിക്കുകയാണ്, BSc നഴ്സിംഗ് ഫൈനൽ ഇയർ, 21 വയസ്സായവൻ. പിന്നെ രണ്ടാമത്തെ ആളാണ് ഇപ്പൊ ചെയ്തിരിക്കുന്നത് അല്ലേ? രണ്ടാമത്തെ ആളാണ് ചെയ്തിരിക്കുന്നത്. അത് കാരണം ഇന്ന് നല്ല എക്സൈറ്റ്മെന്റും കൂടിയാണ്. പ്രാർത്ഥിക്കാൻ ഇത് അറിഞ്ഞ ഉടനെ റിവീൽ ചെയ്തു എന്ന് അറിഞ്ഞപ്പോ ഞാൻ ഇറങ്ങിയതാ. അത് ശരി, ഇറങ്ങി വന്നു. സിനിമയുടെ ഡേറ്റ് എന്നാ? ഫെബ്രുവരി 12. ഫെബ്രുവരി 12-ാം തീയതി. അപ്പം
ആ ഒരു പ്രോജക്റ്റ് വലിയൊരു വിജയത്തിൽ എത്തട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. കാര്യം നമ്മൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടാണ് ഞങ്ങൾക്ക് വേണ്ട. എല്ലാവരും എല്ലാ യൂട്യൂബേഴ്സും വീഡിയോ ചെയ്യുന്ന ആൾക്കാരൊക്കെ കാണുമ്പോൾ നിങ്ങൾ ഇതൊക്കെ സപ്പോർട്ട് ചെയ്യണം. തീർച്ചയായിട്ടും സിനിമ വലിയ വിജയത്തിൽ എത്തട്ടെ. നല്ലപോലെ പ്രാർത്ഥിച്ചോണം. എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടാണ് ഞങ്ങൾക്ക്. എല്ലാവരുടെ പ്രസ്ഥാനങ്ങളും ഓരോ പ്രസ്ഥാനങ്ങളും വിജയിക്കട്ടെ. അതോടൊപ്പം തന്നെ ചേച്ചിയുടെ ഈ ഉദ്യമം ഒത്തിരി പേരുടെ നന്നായിട്ടെ. അതുകൊണ്ട് വളരെ യാദർച്ഛമായിട്ടായാലും എന്റെ ഒരു 1000 രൂപ പോയി കിട്ടി. കാര്യം എന്താ അറിയോ, ഞാൻ അവൻ അവിടെ ഞങ്ങൾ വണ്ടിയിലിരിക്കുമ്പം എന്നോട് പറഞ്ഞ പിന്നെ ആ പോകുന്ന ചേച്ചി എന്നെ എവിടെയോ കണ്ട് നല്ല പരിചയം. ഞാൻ പറഞ്ഞു നമ്മൾ കയറി മുട്ടുന്ന പരിപാടിയൊന്നും ഇല്ല. അപ്പൊ ഞാൻ പറഞ്ഞു നീ പറഞ്ഞ ശരിയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു കണ്ടന്റ് ആവും, ചോദിക്കട്ടെ എന്ന് പറഞ്ഞു വന്നതാ. യാദർച്ഛികമായിട്ട് കണ്ടതാണ്. 1000 രൂപ പോയി കിട്ടിയില്ലേ? അത് സാരമില്ല, അന്ന് ഞങ്ങൾ ഒരു മിനിറ്റ്. സാധാരണ ഞാൻ എല്ലാവരും ഈ പ്രാങ്ക് ചെയ്ത് 1000 പോയി 2000 പോയി ഞാൻ മുഖേന നിന്റെ 1000 രൂപ പോയത് കഷ്ടമായി. അത് കുഴപ്പമില്ല, ആ ചേച്ചി എനിക്ക് തന്നാ മതി. സിനിമ ജയിക്കട്ടെ. നീ നന്നായിട്ട് എല്ലാം പ്രൊമോട്ട് ചെയ്തതാ ഞങ്ങൾക്ക് വേണ്ടി. തീർച്ചയായിട്ടും 1000 അല്ല 10000 തരാം. നമ്മൾ ഇന്ന് വരെയും സിനിമയുടെ ഒരു പ്രൊമോഷന്റെ ഭാഗമായിട്ടൊന്നും വന്നിട്ടില്ല. ആദ്യമായിട്ട് ഇത് തന്നെ ചെയ്തു മോനെ. ആദ്യമായിട്ട് വന്നതാണ്. സംഭവിച്ചതാണ്. അതെ അതെ അതെ. ഈ ഓച്ചറ അമ്പലത്തിന്റെ പരിസരത്ത് എപ്പോഴും വന്ന് ഇങ്ങനെ വൈകുന്നേരങ്ങളിലൊക്കെ നിൽക്കുകയും നമ്മളെ ആൾക്കാരെ സുഹൃത്തുക്കളെ കാണുകയൊക്കെ ചെയ്യും. അങ്ങനെ എന്റെ ഭാഗമായിട്ട് വന്നതാ. എന്റെ വീട് തൊട്ടടുത്ത് കരുനാഗപ്പള്ളി പുതിയകാവിലാണ്. അപ്പം ഞാൻ ഇത് യാദർച്ഛികമായിട്ട് ഇങ്ങനെ വന്നൊരു എന്റെ സുഹൃത്തിന് ഒരാളെ കാണാൻ വേണ്ടിട്ട് ഇവിടെ വന്നതാണ്. എന്റെ കുടുംബ അമ്പലം ഇവിടെയാ. ഞാൻ വിഷ്ണയിൽ കൂടി തൊഴുവാനായിട്ട് വന്നു. വിഷ്ണയിൽ ഉത്സവം നടക്കുക. അത് ശരിയാണ്. അപ്പൊ ഞാൻ ആദ്യം ഇവിടെ കയറിയിട്ട് ആ വഴി പോകാമെന്ന് വിചാരിച്ചു. അപ്പൊ നന്നായി ഒരുപാട് ഇരുട്ടിക്കൊണ്ടിരിക്കുന്ന സമയല്ലേ? എവിടെ സ്ഥലം എവിടെയാ? ഞാൻ താമസിക്കുന്ന തിരുവനന്തപുരമാണ്. ശരി, തിരുവനന്തപുരത്തിന് പോകണം ഇവിടുന്ന്. 12-ാം തീയതിയാണ് നമ്മുടെ സിനിമ അതരം കുടുംബത്തറ. ഞാനൊരു പ്രൊമോഷന്റെ ഭാഗമായി മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പം 12-ാം തീയതി വരുന്ന ഈ കുടുംബത്തറ എന്ന് പറയുന്ന സിനിമ എല്ലാവരും സപ്പോർട്ട് വേണം. സിനിമാ പ്രേമികളുടെ മാത്രമല്ല, പുതിയതായിട്ട് വന്നിരുന്ന ഒരു സംരംഭം ആണല്ലേ? എന്റെ മോന്റെ പുതിയതാണ്. വേറൊരു കാര്യം കൂടെ, എന്റെ ഹസ്ബൻഡ് ഇതിലുണ്ട്. ഞങ്ങൾ 3 പേര് ഒരു കുടുംബത്തിലെ 3 പേര് സിനിമയിലുണ്ട്. സിനിമയുടെ ഭാഗമായി ആദ്യമായിട്ടാണ് ഞാൻ ഈ സിനിമയിൽ ഉണ്ട് എന്ന് മറ്റൊരാളോട് പറയുന്നു. ഒരാളോടും പറഞ്ഞിട്ടില്ല. ഒരു യൂട്യൂബേഴ്സും ഒന്നും എന്റെ അടുത്ത് വന്നിട്ടില്ല, ചോദിച്ചിട്ടില്ല. സിനിമയിൽ അഭിനയിക്കുന്നുണ്ടോ ഒത്തിരി പേര് ചോദിക്കാറുണ്ട്. പക്ഷെ ആദ്യമായിട്ടാണ് ഒരാൾ വന്നിട്ട് ഇങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ ഇന്ന് നല്ല സന്തോഷമുള്ള ദിവസമാണ്. കാരണം അന്ന് തന്നെ റിലീസ് ഡേറ്റ് പ്രഖ്യാപിച്ച ദിവസമല്ലേ. അപ്പൊ ഞാൻ ആ സിനിമയിൽ ഉണ്ടെന്നൊന്ന് അറിഞ്ഞോട്ടെ. അതും ദുൽഖർ സൽമാന്റെ പേജിലൂടെ എത്തി. അതെ, മഞ്ജു വാര്യർ ആയിരുന്നു ഫസ്റ്റ് ലുക്ക് പോസ്റ്റ് ഇട്ടതാ. ഡയറക്ടർ ആരാ? ബൈജു എഴുപണ ചേട്ടൻ. ബൈജു എഴുപണയാണ് ഡയറക്ടർ. അദ്ദേഹത്തിന്റെ ആദ്യത്തെ സിനിമയാണോ? അല്ല, ചേട്ടൻ ഡയറക്ഷൻ വേറെ KQ എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഡയറക്ഷൻ ആദ്യത്തേതാണോ? അഭിനയിച്ചിട്ടുണ്ടോ? ചേട്ടൻ നല്ല ലീഡിംഗ് റോൾ ചെയ്തിട്ടുണ്ട്. നല്ലൊരു പേരാണ് കൂടുവത്രം. നമ്മൾ എപ്പോഴും പറഞ്ഞു പോകുന്ന ഒരു പേരാണ്, പലപ്പോഴും കേട്ടിട്ടുള്ള. എല്ലാരും കൂടുവത്രം കേട്ടിട്ടല്ലേ ഉള്ളൂ. ഇനി നിങ്ങൾ കൂടുവത്രം കണ്ടു നോക്കണം കേട്ടാ. എന്തായാലും എല്ലാരും പോയി കണ്ടിട്ട് കൂടുവത്രം എന്താണെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ പോയി കണ്ടു നോക്കണം. കൂടുവത്രം നമ്മളെല്ലാരും പറഞ്ഞു കേട്ടിട്ടുള്ളൂ. എല്ലാവരും കൂടുവത്രം സിനിമ കാണുമ്പോൾ ഉറപ്പായിട്ട് കൂടുവത്രം എന്താണ് നിങ്ങൾക്ക് മനസ്സിലാവും. എല്ലാവരും ഈ സിനിമയുടെ ഭാഗമായി നിൽക്കുന്ന ഒരു കുടുംബ അംഗത്തിന്റെ കൂടാണ് ഞാൻ നിൽക്കുന്നത്. ഇപ്പോൾ ചേച്ചി പറഞ്ഞതുപോലെ ഇവരുടെ സിനിമയെ സപ്പോർട്ട് ചെയ്യുക. ഞാനിപ്പോൾ ഉള്ളത് ഓച്ചറയിൽ നിന്നാണ്. ഓച്ചറയിൽ യാദർച്ഛികമായിട്ട് കണ്ടുമുട്ടിയ ഒരു പരിചയം മാത്രമാണ് ഞങ്ങൾക്ക്. പേര് പോലും എന്റെ പേര് പോലും ചോദിച്ചിട്ടില്ല. എന്റെ പേര് റിയാസ് എന്നാണ് പേര്. ഞാനിങ്ങനെ ലുക്ക് ടോപ്പ് മീഡിയ എന്നാണ് നമ്മുടെ ചാനലിന്റെ പേര്. സാധാരണക്കാരായിട്ടുള്ള കുഞ്ഞു കടകളൊക്കെ പ്രൊമോഷൻ ചെയ്ത് ഇങ്ങനെ പോകുന്ന ഒരു ചെറിയൊരു യൂട്യൂബറാണ്. അത്രേ ഉള്ളൂ, വലുതായിട്ടൊന്നും ആയിട്ടില്ല. ഞങ്ങൾ ആദ്യമായിട്ട് സിനിമയിലുണ്ടോ ചോദിക്കുന്നു, ഇങ്ങനെയൊക്കെ എടുക്കുന്നത് വെറുതെ. ആദ്യത്തെ ഒരു സംരംഭമാണ്, ആദ്യമായിട്ട് ചെയ്യാണ്, ഇറങ്ങിയിരിക്കുകയാണ്, അഭിനയിക്കാനും ഇറങ്ങി, എല്ലാം കൊണ്ടും. അപ്പൊ നിങ്ങൾ എല്ലാവരുടെയും സപ്പോർട്ടാണ് ഞങ്ങൾക്ക് ഏറ്റവും വേണ്ടത്. എല്ലാവരുടെയും ഞാൻ വന്ന് ഇപ്പൊ എല്ലാരോടും പറയുന്നതാ, മാക്സിമം പ്രൊമോട്ട് ചെയ്ത് തരണം ഞങ്ങളെ. ബൈച്ചേട്ടനെ പിന്നെ ഞാൻ പറഞ്ഞു തരണ്ടല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. മിക്കവാറും ഒരു കേരളത്തിലല്ല. പിന്നെ വേറൊരു കാര്യം, തെലുങ്കിലും കന്നഡയിലും ഇത് റിലീസ് ആവുന്നു. വേൾഡ് വൈഡ് ആണ് ചെയ്തിരിക്കുന്നത്. ആ ലാംഗ്വേജ് വലിയ സിനിമ കുടുംബത്തിന്റെ ഫാമിലി പശ്ചാത്തലമാണ്. പേര് കേട്ട് നിങ്ങൾ അങ്ങനെ വിചാരിക്കണ്ട, എന്താണെന്നുള്ളത് മനസ്സിലാക്കാം. അത് കണ്ടതിന് ശേഷം നമ്മൾ കാണും. വീണ്ടും നമുക്ക് കാണണം. അതെ, നമ്മൾ സിനിമ കണ്ടതിന് ശേഷം വീണ്ടും കാണും. നന്ദി, നമസ്കാരം.